ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ ഓറക്കൽ ഡെക്കാണെന്ന് ഷെഫ് ചെയ്യുന്നത്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. ഇന്നത്തെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയാണ് നോക്കുന്നേ. കാർഡ് ഷെഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. റീഡിംഗ് കാണുന്നവർ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആദ്യത്തെ കാർഡ് ഫ്ലറ്ററിംഗ് ഹേർട്ട് എന്നാണ്. ഹേർട്ട് സ്ട്രിങ്സ്, പെർഫെക്റ്റ് മൂവ്സ്, steady support, stay vigilant, two sides, plan ahead, time heals. ഒരു കാർഡ് കൂടി എടുക്കാം. സ്ട്രോങ് റൂട്ട്സ്. ഇത്രയും കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓരോ കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യത്തെ കാർഡ് ഫ്ലറ്ററിംഗ് ഹേർട്ട്സ്, എൻജോയ് ദി റൊമാൻസ് ആൻഡ് ഡിസൈഡ് ഇഫ് യു വാണ്ട് മോർ. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ, ഈ റൊമാൻസിൽ നിങ്ങളോട് സന്തോഷിക്കുക. ഇനി വേണോ എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമായിട്ടുണ്ട്. കാണുവാനോ സംസാരിക്കുവാനോ കോളോ ചാറ്റോ മെസ്സേജോ ഏതെങ്കിലും ഒന്ന് സാധ്യമായിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവിടെ നിങ്ങളുടെ പ്രണയം, പ്രണയം അത്രയേറെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് അത് കാണിച്ചു തരാണ്. അവരുടെ ഒരു ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം ഇതെവിടെയും എൻഡായി പോകുന്ന ഒന്നല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. സ്വീറ്റ് ഫീലിങ്സ് ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അത്രയും സ്വീറ്റ് ആണെന്ന് പറയുകയാണ്. ഇമോഷണലി ആ ഒരു അറ്റാച്ച്മെൻറ്റിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ് കേട്ടോ. സ്ട്രിങ്സ് സ്ട്രൈക്ക് എ കോഡ് ടുഗദർ വിത്ത് ജെന്റിൽ ഹാർമണി. ഇവിടെ ഒരു കോഡ് സൃഷ്ടിക്കാണ് പറയുന്നത്. ഒരുമിച്ചുള്ള ആ ഒരു ജീവിതയാത്രയെ, ആ താളത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇന്ന് അത്രയും ഒരു കണക്ഷൻ, ഡീപ്പ് കണക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, അവർക്ക് നിങ്ങളെക്കുറിച്ച് തിരിച്ചുള്ളത് ഇന്ന് അവരുടെ മനസ്സ് നിറയെ ഈ റീഡിങ് കാണുന്ന നിമിഷം പറയുകയാണ്, മനസ്സ് നിറയെ അവരാണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളാണ് എന്ന് പറയുകയാണ്. ഇന്നത്തെ ദിവസം അത്രയേറെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ എനർജി ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ സെറനിറ്റി ബാലൻസ് മാച്ച് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാച്ച് ആയിട്ടുള്ള പേഴ്സൺസ് ആണെന്ന് പറയുകയാണ്. ബാലൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് പറയുകയാണ്. പെർഫെക്റ്റ് മൂവ്സ്, കീപ് ദി സ്പിരിറ്റ് ഓഫ് പ്ലേ ആൻഡ് ഫൺ അലൈവ് ടു ബി ക്ലോസർ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളെ, ഒരുമിച്ച് പങ്കിടുന്ന ആ ഒരു പ്ലേസ് നിങ്ങൾ എപ്പോഴാണോ എൻജോയ് ചെയ്തിട്ടുള്ളത് ആ നിമിഷത്തെയൊക്കെ യൂണിവേഴ്സ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇനി നിങ്ങൾ അങ്ങനെ പോയാൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല, പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനായിട്ട് ഇനി ഒരുമിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരികയാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നു ഫ്ലൈറ്റി, ഗ്രേസ്ഫുൾ, ഈസി എന്നാണ്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കുന്നു എന്നാണ്. ഓക്കെ, സ്റ്റഡി സപ്പോർട്ട്, ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ വിത്ത് കമ്പൈൻഡ് എഫേർട്ട്. സംയുക്ത പരിശ്രമത്തിലൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ. ഇവിടെ പറയുന്നത് സംയുക്തമായിട്ടുള്ള ഒരു പരിശ്രമത്തിലൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ എന്നാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു പരിശ്രമം വേണം എന്നാണ്. പാസ്റ്റിൽ ഉണ്ടാവാത്തൊരു കാര്യമാണ്. ഇനി പരിശ്രമിക്കണം, ഒരുമിച്ച് വേണം എന്ന് പറയുകയാണ്. യുണൈറ്റഡ്, ലാസ്റ്റിംഗ്, സ്റ്റേബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണതയിൽ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇവിടെ എന്താണ് വേണ്ടത്? സ്ട്രോങ് ആകണം.
അല്ലേ? ഒരു ബന്ധം സ്ഥിരത വേണമെങ്കിൽ അല്ലെങ്കിൽ കാലാകാലത്തേക്ക് വേണമെങ്കിൽ സ്ട്രോങ് ആവണമെന്ന് തന്നെയാണ് പ്രപഞ്ചം നമുക്ക് പറഞ്ഞു തരുന്നത്. സ്റ്റേ വിജിലന്റ്, സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് ടു എൻഷുർ യുവർ വെൽ ബീയിങ്. അപ്പോൾ ഇവിടെ ബൗണ്ടറീസ് വേണം, വിജിലൻ്റ് ആയിട്ടിരിക്കണം എന്ന് പറയുകയാണ്. നിങ്ങൾക്കൊരു പുരോഗതി വരുമ്പോൾ, പ്രോഗ്രസ് വരുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിക്കുന്നവരല്ല എന്നുള്ളൊരു തിരിച്ചറിവ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരു കണ്ണ് വേണമെന്ന് പറയുകയാണ്. നിങ്ങളെ നശിപ്പിക്കാനായിട്ട്, നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ്സിനെ ഇല്ലാതാക്കാനായിട്ട് ചുറ്റുമുള്ള വ്യക്തികളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റേ വിജിലൻ്റ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവെയർ ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, കൺട്രോൾ ആയിരിക്കുക എന്നാണ്. പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യേണ്ട കാര്യത്തെ കൺട്രോൾ ചെയ്യണമെന്ന് പറയുകയാണ്. ചുറ്റുമുള്ള വ്യക്തികളുടെ ഒരു എനർജിയോട് കാണിക്കുന്നു. നെഗറ്റീവ് വ്യക്തികളുണ്ട്. ടു സൈഡ്സ് നാവിഗേറ്റ് ദി ഡെലിക്കേറ്റ് ബാലൻസ് ഓഫ് ഗിവ് ആൻഡ് ടേക്ക്. അപ്പോൾ ഒരു രണ്ടുപേരുടെ വശങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഇവിടെ ടു സൈഡ്സ് എന്നാണ് പറയുന്നത്. ഒരു ബാലൻസ് വരണമെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഒരു ബാലൻസ് സൃഷ്ടിക്കുക എന്നാണ്. അപ്പോൾ ഒരാളായിരിക്കാം പാസ്റ്റിൽ നിങ്ങളും അവർ സെപ്പറേഷൻ വന്നൊരു സമയത്ത് സ്നേഹം കൈമാറിയിട്ടുണ്ടാവുക. ഒരു സൈഡിൽ നിന്ന് മാത്രം ആ എഫേർട്ട് എടുത്തിട്ടുണ്ടാവുക. യൂണിവേഴ്സ് പറയുന്നത് രണ്ട് സൈഡിൽ നിന്ന് ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബാലൻസ് വരുള്ളൂ. ഇനി നിങ്ങളുടെ പ്രണയബന്ധം സ്മൂത്തായിട്ട് പോകണമെങ്കിൽ രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് എടുക്കണം. രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ, ഒരുമിച്ച് നിൽക്കണം. കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. എന്തെങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കണം. അവിടെയാണ് ആ പ്രണയം സക്സസ്സിൽ എത്താട്ടോ. ടൈം, എഫേർട്ട്, സ്റ്റോറീസ് എന്നാണ്. അപ്പം ടൈം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറയില്ല. കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അത് പോയി. ഇനിയുള്ള ടൈമാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ എഫേർട്ട് എടുക്കുക. പാസ്റ്റിൽ ഒരാളാവും എഫേർട്ട് എടുത്തിട്ടുണ്ടാവുക, അത് കുറച്ചും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് എഫേർട്ട് എടുക്കുക പറയുന്നു. അതുപോലെ തന്നെ സ്റ്റോറീസ് കാണിക്കുന്നുണ്ട് പാസ്റ്റ്. അത് സ്റ്റോറി ഒരു സ്റ്റോറി തന്നെയാണ്. അതിനെ ഇനി ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്നേ പറയുന്നേ. കാരണം പഴയതിനെ പറഞ്ഞുകൊണ്ട് ഇനി ഒരു കാര്യമില്ല, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കൂ. പ്ലാൻ അഹെഡ്, പ്രിപ്പയർ ഫോർ എ റെയിനി ഡേ ആൻഡ് സ്റ്റേ ഫ്ലെക്സിബിൾ. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കാൻ പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റെയിനി ഡേക്ക് വേണ്ടിയിട്ട്. അത്രയേറെ ഒരു ചൂട് അല്ലെങ്കിൽ ഹോട്ട് നിറഞ്ഞിരുന്ന ഒരു സമയത്ത് നിന്നും അത്രയേറെ വേദന, ചുരുക്കി പറഞ്ഞാൽ വേദന നിറഞ്ഞിരുന്ന ഒരു സമയം, ഇവരുമായിട്ടുള്ള സെപ്പറേഷൻ, ആ ഒരു സമയത്ത് നമ്മൾ എത്ര കൊണ്ട് വേദനിച്ചു, ആ വേദനയിലേക്ക് ഒരു ഇറ്റ് വെള്ളം വീഴുക പറഞ്ഞാൽ അത് നമുക്ക് ആശ്വാസമാണ് അല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവെന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ആ ഒരു റെയിനി ഡേ, ഒരു ഇറ്റ് വെള്ളമല്ല നമുക്ക് ആവശ്യം, മഴയാണ് ആവശ്യം. ആ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഡാപ്റ്റ്, ഫോർസൈറ്റ്, ഇൻവെസ്റ്റ് എന്നാണ്. അപ്പം നമ്മൾ ഈ ഒരു ബന്ധത്തെ എത്ര കണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമെന്നാണ്. അപ്പം അത് യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. ടൈം ഹീൽസ്, ബി പേഷ്യൻറ്റ് ആൻഡ് ഗിവ് ടൈം എ ചാൻസ് ടു വർക്ക് ഇറ്റ്സ് മാച്ച്. അപ്പോൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്. നിങ്ങളിലേക്ക് ഒരു ചാൻസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സമയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം അങ്ങനെ നിങ്ങളെ തമ്മിൽ പിരിക്കില്ല എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. ഓക്കെ, ഇവിടെ ഹോണസ്റ്റ്, റിലയബിൾ, മെച്യൂർ. അപ്പോൾ പഴയ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ആത്മാർത്ഥത ഇല്ലായ്മ ആദ്യം ഉണ്ടായിരുന്നു. ഈ ഒരു ബന്ധത്തിൽ ഫാൻറ്റസി പോലെ പോയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഇത് അത്ര കണ്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, അങ്ങനെ ഉള്ള ബന്ധങ്ങളുണ്ട്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജിയല്ല, അപ്പം അത്രയേറെ സീരിയസ് ആയിട്ട് കാണാത്ത ബന്ധങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഹോണസ്റ്റ് എന്നുള്ള എനർജിയാണ് വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ചും കൂടി ബന്ധത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ട് കുറച്ചുകൂടി മെച്യൂരിറ്റി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ സ്ട്രോങ് റൂട്ട്സ് എന്ന് വന്നിട്ടുണ്ട്. ബിൽഡിങ് എ ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റ് വിത്ത് സംവൺ. അപ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആരെയാണോ ട്രസ്റ്റ് ചെയ്യേണ്ടത് ആ വ്യക്തികളെ അത്രയേറെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമേ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഉണ്ടാവുള്ളൂ. നമ്മളുടെ വിഷമഘട്ടത്തിൽ നമുക്ക് ആരും ഇല്ലാന്ന് തോന്നുന്ന നിമിഷത്തിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ, ചിലപ്പോൾ ഒരാളാവാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ചേർത്ത് പിടിക്കുക. സുഹൃത്തുക്കളാവാം, ആരും ആകാം.
അപ്പോൾ അവരെ ഇപ്പോൾ നമ്മുടെ പേഴ്സൺ നമ്മളിലേക്ക് വരുമ്പോഴേ ആ ഒരു സ്ട്രോങ് വ്യക്തിയെ മറന്നു കളയരുത് പറയാണ്. നമ്മുടെ വിഷമത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി ഇനിയും മുന്നോട്ട് വേണം. അവരങ്ങനെ എടുത്തെറിഞ്ഞ് കളയാൻ പാടില്ല എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്സ് ഫസ്റ്റ് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ആരാണോ നമ്മുടെ കൂടെ നമ്മുടെ വിഷമ സമയത്ത് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് അവരെ നമ്മുടെ പേഴ്സൺ നമ്മളിലേക്ക് വരുമ്പോഴേ എടുത്ത് കളയരുത് പറയുകയാണ് കേട്ടോ. ഇനി നമുക്ക് ടാരോ കാർഡ് എടുക്കാം. കാർഡ് ഷഫിൾ ചെയ്യട്ടെ. വോയിസ് ഒക്കെ ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. നോക്കാം കേട്ടോ. ഇന്ന് ഒത്തിരി പേർക്ക് പോസിറ്റീവായിട്ടുള്ള ദിവസമാണ്. പേഴ്സണുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 4 ഓഫ് പെൻഡക്കിൾ, 7 ഓഫ് കപ്സ്, ഹൈ പ്രീസിയസ് റിവേഴ്സ് ആണ്, 6 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്, 4 ഓഫ് കപ്സ്, 7 ഓഫ് കപ്സും 4 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. 9 ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് ആണ്, 3 കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നിർത്താം. 2 ഓഫ് കപ്സ്, 9 ഓഫ് സോർഡ്സ്, ഹാങ്ഡ് മാൻ. ഇത് 3ഉം റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളോടുള്ള പ്രണയത്തെ 4 ഓഫ് പെൻഡക്കിൾ പറയാണ്. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ ഇന്ന് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫാമിലി എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നിൽ നോക്കുകയാണെങ്കിൽ ഒരു സാമ്രാജ്യമാണ് കാണുന്നത്. അതൊരു ഫാമിലിയാണ്. ഇവിടെ അവർ സമ്പാദിക്കുന്ന കാര്യത്തെ നെഞ്ചോട് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ മാറിപ്പോയിട്ടുള്ളത്? ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്, സമ്പാദ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് യൂണിവേഴ്സ് പറയാണ്. പക്ഷേ അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ്. അവർ കണ്ണടച്ചിട്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളെ അത്രയേറെ മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ തന്നെയായിരുന്നു എന്ന് പറയുകയാണ്. ഇവിടെ ഒരു പോസിറ്റീവ് എനർജി, നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്ന നിമിഷത്തെ കാണിക്കുകയാണ്. നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത്രയേറെ പ്രിയപ്പെട്ടതായി അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യമായിട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ മെൻ്റലി അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ മിസ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ ആദ്യം ഓപ്ഷൻ ആയിരുന്നു. 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആദ്യം ഓപ്ഷൻ ആയിരുന്നു എന്ന് പറയുകയാണ്. ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ ചൂസ് ചെയ്തേക്കുന്നത് ഒരു ലാഡറിൻ്റെ തൊട്ടുള്ള ഒരു കപ്പാണ്. അവിടെയാണ് അവർക്ക് പോസിറ്റീവ് എനർജി. അപ്പോൾ ഈ ബന്ധം എവിടെയെങ്കിലും എന്തായും തോന്നുകയാണെങ്കിൽ അവിടെ നിന്നൊരു പ്രോഗ്രസ് ആണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഫാൻറ്റസിയിലൂടെ പോയിരുന്നൊരു ബന്ധമായിരുന്നു, എന്നാൽ ഇന്ന് തിരിച്ചറിവാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന ആ ഒരു പ്രഷ്യസ് മൊമെൻറ്റ്സ്, നിങ്ങളുമായിട്ടുള്ള നല്ലൊരു നിമിഷം അവർക്ക് മറക്കാൻ പറ്റണില്ല എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് സീക്രട്ട് അവർക്കുണ്ടെന്നാണ്. കുറച്ച് കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോസിപ്പിനെ ഭയന്നിരുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് മാറിപ്പോയിട്ടുള്ളത്. അവരുടെ കുറവെന്ന് പറയുന്നത് അവർക്ക് തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു കഴിവില്ലായ്മയാണ്. ഒരു തീരുമാനമെടുക്കാൻ ഫാസ്റ്റിൽ സാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ അവരുടെ ഇന്നർ വോയിസ് എന്ന് പറയുന്നത് ഇത് നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. പ്രപഞ്ചമാണ് അവർ തിരിച്ചറിവ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ സ്പിരിച്വൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് അവിടെ കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സ് തിരിച്ചറിവ് കൊടുക്കുകയാണ്. ഇവിടെ 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരം ഉണ്ടായി, പക്ഷെ നിങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിട്ടില്ല പറയുകയാണ്. കാണുവാൻ അവസരമുണ്ടായവരുടെ എനർജിയാണ് പറയുന്നത്. സ്നേഹമുണ്ട്, പക്ഷേ ആ ഒരു ധൈര്യമില്ലായ്മ ഇവിടെ കാണിക്കുകയാണ്. പിന്നീട് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലാതായപ്പോഴാണ് മിസ് ചെയ്യുന്നതായിട്ട് കൂടുതലായിട്ട് കാണിക്കുന്നത്. 4 ഓഫ് കപ്സ്, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പക്ഷേ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യാണ്. ആ കപ്പ് കണ്ടോ, അത് വിട്ടിട്ടില്ലേ അവർ. നിങ്ങളേക്ക് അങ്ങനെ വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മയിലൂടെയാണ് അവർ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെയാണ് കട്ട്സ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 9 ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് ആണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ അവർ തിരിച്ചറിയുന്നു എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വില, നിങ്ങൾ എന്താണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെ സെൽഫ് റിയലൈസേഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ പണം മാത്രം പോരാ,
അവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അതാണ് അവർ തിരിച്ചെടുക്കാനായിട്ട് ഇനി ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നേ. നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷം ഉണ്ടല്ലോ അവർക്ക് മിസ്സായിട്ടുണ്ട്. അപ്പൊ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നേ. അത്രയേറെ മിസ് ചെയ്യാണ്. ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജി റിവേഴ്സ് ആണ്. ഇവര് ഇമോഷണൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. സ്നേഹം സ്വീകരിക്കാനായിട്ട് ആ ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. സ്നേഹമുണ്ട്. ആ സ്നേഹം പ്രകടിപ്പിക്കാതെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഇമോഷണൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള ആ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ, ഒരുപാട് പേർക്ക് സന്ദർഭം ഉണ്ടായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റാത്തവരുണ്ടാവാം. അവരോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇമോഷണൽ ബ്ലോക്കാണ്. എങ്ങനെ അവതരിപ്പിക്കും? എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ചിന്ത. ഇവരെ സ്നേഹം സ്വീകരിക്കാനായിട്ട് തടസ്സം. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. സെപ്പറേഷനിലായിരുന്നു. വീണ്ടും നിങ്ങൾ കാണുവാനായിട്ട് സംസാരിക്കുവാനായിട്ട് സാധ്യത ഉണ്ടെങ്കിലും ഇവിടെ കുറച്ച് ബ്ലോക്ക്സ് ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവരൊക്കെ ടെക്കിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നെഗറ്റീവ് എനർജീസ് ഉണ്ട്, കുറച്ച് വ്യക്തികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ നന്മ എന്ന് പറയുന്നത് ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. ഇവിടെ 9 ഓഫ് സോർട്സ് റിവേഴ്സ് ആണ്. ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കാണിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല. നിങ്ങളുടെ എനർജിയാണ്. ഈ ഒരു ബന്ധത്തിൽ തുടരണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം, സെൽഫ് ഡൗട്ട് ഇവിടെ കാണിക്കുകയാണ്. നിങ്ങൾ സ്വയം സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നേ. നിങ്ങൾ പാസ്റ്റിലുണ്ടായിട്ടുള്ള കാര്യം, ഇപ്പം ഉണ്ടായിട്ടുള്ള കാര്യമൊക്കെ നിങ്ങൾ സ്വയം ഇത് വേണമായിരുന്നു, എന്തിനാ ഞാൻ ഇങ്ങനെ, നമ്മൾ സ്വയം പറയില്ലേ അങ്ങനെ ഒരു എനർജിയെ കാണിക്കുന്നത്, സ്വയം പിറുപിറുക്കാൻ പറയില്ലേ. അപ്പോൾ നമുക്ക് ഇനി വേണോ ഈ ബന്ധത്തിൽ ഹോൾഡ് ചെയ്യണോ എന്നുള്ള ചിന്ത നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ അവർ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഹീലിംഗ് ആണ് ആവശ്യമെന്ന് പറയുകയാണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, നമ്മുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. അതിലൂടെ മാത്രമേ നമ്മൾക്ക് സാധ്യതകൾ കാണിച്ചു തരുള്ളൂ. എന്താണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കേണ്ടത് എന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഇതിൽ നിൽക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം, ഒരു ചാഞ്ചാട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഹാങ്ഡ് മാൻ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. ഇവിടെ ഒത്തിരി പേർക്ക് ഒരു മിറാക്കിൾ സംഭവിക്കുന്നുണ്ട്. ജീവിതം ചേഞ്ച് ആവുകയാണ്. പേഴ്സൻ്റെ തിരിച്ചുവരവായിട്ട് തന്നെ കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കും അവർക്കും ഒരുപോലെ മിസ് ചെയ്തിരുന്നു എന്ന് പറയുകയാണ്. ഒരുപോലെ നിങ്ങൾ അത്രയേറെ അവർക്ക് മിസ് ചെയ്തിരുന്നു. തീരുമാനമെടുക്കാൻ ചിലർക്ക് വൈകിപ്പോയിട്ടുണ്ട്, ചിലർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വളരെയേറെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഈ ഒരു ബന്ധത്തിൽ എത്ര കണ്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തെ കാണിക്കുകയാണ്. അവർക്ക് നിങ്ങളിൽ നിന്നും മാറിപ്പോകാൻ സാധിക്കില്ല എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഈ റീഡിംഗ് ഞാൻ നിർത്താണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.